So this is our final look of glass skin. നിങ്ങൾക്ക് കാണാൻ പറ്റും വെട്ടടിക്കുമ്പോഴേ ഗ്ലാസ് സ്കിൻ കാണത്തുള്ളൂ. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പാണ്. അതായത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കും അത് മറച്ചിട്ട് എങ്ങനെ ഒരു 40+ ഏജ് എബവ് 40 ഉള്ള ആൾക്കാർക്ക് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് മിനിമലിസ്റ്റായിട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുടിയൊക്കെ ഇങ്ങനെ മേലെ കെട്ടി വെച്ചിട്ട് വന്നിരിക്കുന്നത്. നമ്മൾക്ക് എങ്ങനെയാണ് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ആദ്യം തന്നെ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഞാൻ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ഫേസ് വാഷ് ചെയ്ത് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും കുറച്ച് ഐസ് റബ്ബ് കൊടുക്കുന്നത് നല്ലതാണ്. അത് ഫേസിലെ വെള്ളം തുടയ്ക്കാതെ തന്നെ വേണം ഐസ് റബ്ബ് കൊടുക്കാൻ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഐസ്, ഇതിനകത്താണ് ഐസ് ഞാൻ ഉണ്ടാക്കുന്നത്. റോസ് വാട്ടറൊക്കെ മിക്സ് ചെയ്ത് ലിക്വർ ഐസൊക്കെ മിക്സ് ചെയ്ത ഐസാണ്. സോ ഒത്തിരി നേരമൊന്നും കൊടുക്കണ്ട, കുറച്ച് നേരം ഒന്ന് കൊടുത്താൽ മതി. ലിപ്സിലും കൊടുക്കാം. ജസ്റ്റ് ഒരു ഐസ് റബ്ബ് അത്രമാത്രം മതിയാവും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ഇടുക എന്നുള്ളതാണ്. ഇത് വിഭൂതിയുടെ സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസറാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഒരുപാട് മോയ്സ്ചറൈസർ, അത് ഗ്ലാസ് സ്കിൻ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരുപാട് മോയ്സ്ചറൈസർ ഇടുക തന്നെ ചെയ്യണം. മോയ്സ്ചറൈസറിൻ്റെ കൂട്ടത്തിൽ നമ്മളിന്ന് ഒരു സാധനം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. നമുക്ക് മോയ്സ്ചറൈസറിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഇല്ലൂമിനേറ്റർ കൂടെ ആഡ് ചെയ്യാം. ഇത് സിൽവറാണ്. കുറച്ച് ഫെയർ ആയിട്ടുള്ളവർക്ക് സിൽവറാണ് നല്ലത്. ഇത്രയും തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ബേസിൽ തന്നെ നമുക്ക് കുറച്ച് ഗ്ലോ കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് മിക്സ് ചെയ്യുന്ന പാലറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, ബട്ട് ഞാൻ എൻ്റെ കൈയാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. പാലറ്റിന് മിക്സ് ചെയ്താലും ഓക്കെയാണ്. കണ്ണിനടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എപ്പോഴും ഞാൻ എടുത്ത ഉടനെ ഇടുന്നത് കണ്ണിനടിയിലാണ്. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ആദ്യം ചെയ്യുന്നൊരു കാര്യം. അത് കഴിഞ്ഞാണ് മോയ്സ്ചറൈസർ ഇടാറുള്ളത്. നമ്മളുടെ വിഭൂതിയുടെ ലിപ് ബാം തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സോ എന്ത് ഫേസിലിട്ടാലും അത് കഴുത്തിലും കൂടി ഇടാൻ മറക്കരുത്. ഒരുപാട് മോയ്സ്ചറൈസർ ഇടാം. ഞാൻ ഒരുപാട് മോയ്സ്ചറൈസർ ഇടുന്ന ഒരാളാണ്. അപ്പോഴാണ് ഫേസിന് റിങ്കിൾസ് ഉണ്ടാവാതിരിക്കുകയും ഡ്രൈ ആവാതിരിക്കുകയും നമ്മൾ വിചാരിക്കുന്ന ഒരു ലുക്ക് ഫേസിന് കിട്ടുകയും ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ള മോയ്സ്ചറൈസർ നിങ്ങൾക്ക് കയ്യിലൊക്കെ ഇടാം. ചെറുതായിട്ടൊരു റബ്ബ് കൊടുക്കാം. ഓക്കെ, മോയ്സ്ചറൈസിങ് കഴിഞ്ഞു. ഇപ്പോൾ അടുത്തതായിട്ട് മോയ്സ്ചറൈസിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഇടേണ്ടത് കൺസീലറാണ്. കൺസീലറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനെയും ഡാർക്ക് സ്പോട്ടിനെയും ഒക്കെ മറച്ച് കാണിക്കുക. നിങ്ങൾക്ക് കളർ കറക്റ്റർ പീച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പീച്ച് ഓർ ഓറഞ്ച് ആണ് ഒരു 40+ ഏറ്റവും നല്ലത്. അത് ഇങ്ങനെ നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ള സ്ഥലത്ത് കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ട്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നില്ല. എനിക്ക് ഒട്ടും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തിനാണ് ആ പ്രോഡക്റ്റ് ഇട്ട് കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇല്ല, നിങ്ങൾക്ക് കളർ കറക്റ്റർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കൺസീലർ തന്നെയാണ്. ഇത് ഫിറ്റ്മിയുടെ കൺസീലറാണ്. ഞാനിത് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും വരും. നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്ത് മാത്രം ഇടാം. എനിക്ക് ഒരിടത്തും പിഗ്മെൻറ്റേഷൻ ഇല്ല. ഇതൊരു ഷെയ്ഡാണ് ലൈറ്റിൻ്റെ. ഇവിടെ ലൈറ്റ് ഫ്യൂസ് ആയിപ്പോയ കാരണം ഇത് കാണാൻ പറ്റുന്നുണ്ടോ? സോ ഇങ്ങനെ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ അവിടെ ആദ്യം. പിന്നൊരു കാര്യം, മിനിമം മേക്കപ്പ് മാത്രമേ ഈ ഒരു ഏജിൽ ചെയ്യാവുള്ളൂ. ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ഇങ്ങനെ ബ്ലെൻഡായി കേക്കിയായി വല്ലാതാകും. മിനിമം മാത്രം. ഇവിടെയൊക്കെയാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്ത് മാത്രം ചെയ്യുക. എനിക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഉള്ളിടത്ത് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെയാണ് ചിലർക്ക് ഇവിടെ കാണാം ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഉള്ളിടത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ ഒരു കൺസീലർ മാത്രം മതിയാവും.
ഞാൻ എപ്പോഴും ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എത്ര പ്രോഡക്റ്റ് ഉണ്ടോ അത്രയും പ്രോഡക്റ്റ് മോർ ബ്ലെൻഡാണ്. ഒരുപാട് ബ്ലെൻഡ് ചെയ്യുന്നതിനത്തോളം എത്രത്തോളം ബ്ലെൻഡ് ചെയ്യുന്നോ അത്രത്തോളം പെർഫെക്റ്റ് ആകുകയാണ് നമ്മുടെ ഫേസ് ചെയ്യുക. സമയമെടുത്ത് ബ്ലെൻഡ് ചെയ്യുക, പറ്റുമെങ്കിൽ AC ഇട്ടിട്ട് മേക്കപ്പ് ചെയ്യുക. സോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ സ്കിന്നിനോട് ചേർക്കണം. കൺസീലറാണ് കേട്ടോ ഇത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മറയ്ക്കാനും ഡാർക്ക് സ്പോട്ട് മറയ്ക്കാനും ഒക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് പുരികത്തിൻ്റെ അടിയിലുള്ള ആ ഒരു കളറും ഞാൻ കൺസീലർ ഇട്ടെടുത്ത കളറും തമ്മിലുള്ള വ്യത്യാസം കാണാൻ പറ്റും. ഫേസ് യോഗ ചെയ്യുക, ജോ ലൈനൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും. കഴിഞ്ഞ വീഡിയോയിൽ ആരോ എൻ്റെ അടുത്ത് ചോദിച്ചു, അധികം പ്രസംഗിക്കാതെ കാര്യം പറഞ്ഞിട്ട് പോകാൻ. എന്ത് ചെയ്യാം, ഞാനൊരു കോളേജ് പ്രിൻസിപ്പളും ഒരു പ്രൊഫസറും ഒക്കെ ആയിപ്പോയി. എനിക്ക് പ്രസംഗിച്ചല്ലേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന എന്തെങ്കിലും മനസ്സിലാകുമോ? ഞാൻ നിങ്ങളെയും എൻ്റെ സ്റ്റുഡൻസായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് കുറച്ച് പ്രസംഗിക്കും. ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. ഇത് വിശ്വസിച്ച് ഇത് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എൻ്റെ പ്രോമിസ് ഞാൻ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. സോ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. കളർ കറക്റ്റർ ആണെങ്കിലും ഇതുപോലെ തന്നെ ഇട്ടിട്ട് ഇതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്താൽ മതി. എവിടെയെങ്കിലുമൊക്കെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അവിടെ ആദ്യം കൺസീലർ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. കളർ കറക്റ്റിനേക്കാളൊക്കെയും നല്ലത്. കൺസീലർ മാത്രം കൊണ്ട് മാറുന്നതാണെങ്കിൽ അതിടുക, ഇല്ലെന്നുണ്ടെങ്കിൽ കളർ കറക്റ്റർ ഇടാവുന്നതാണ്. സോ എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എല്ലാം ബ്ലെൻഡ് ആയിട്ടുണ്ടോ, ഓക്കെ ആണോ ഫേസ് എന്നുള്ളത്. ഞാനിപ്പോൾ ഒരു ടിപ്സ് പറഞ്ഞുതരാം. കഴുത്തിൽ മേക്കപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലത് കൺസീലറാണ്. ഫൗണ്ടേഷൻ ഒന്നും ഇടണ്ട, കൺസീലർ മാത്രം ഇട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. കഴുത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. കഴുത്ത് ഞാൻ എപ്പോഴും ബ്ലെൻഡ് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. കാരണം എൻ്റെ കഴുത്തിന് 2 ലൈൻ അതെനിക്ക് ജന്മനാ ഉള്ളതാണ്. പണ്ടൊക്കെ ആ ലൈൻ കണ്ടിട്ട് എന്നോട് പറയായിരുന്നു പെട്ടെന്ന് കല്യാണം നടക്കുന്നു. അതുപോലെ തന്നെ കല്യാണം പെട്ടെന്ന് നടന്നു. ഡ്രസ്സിലൊക്കെ ആവുന്നുണ്ട്. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണത്. അപ്പം കണ്ടോ, കഴുത്തൊക്കെ നല്ല നീറ്റായി കിട്ടും നമുക്കിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. കഴുത്തിൽ ഫൗണ്ടേഷനും മറ്റേ കോമ്പാക്ട് പൗഡറും ഒക്കെ ഇടുന്നതിനേക്കാളും ഏറ്റവും നല്ലത് കഴുത്തിൽ മാത്രം നിറച്ച് കൺസീലർ ഇട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നമ്മൾക്ക് 24 hours ഈ കഴുത്ത് ഇങ്ങനെ തന്നെ നിൽക്കും, ഒരു കുഴപ്പവുമില്ലാതെ നിൽക്കും. ഓക്കെ, നമുക്ക് ഗ്ലാസ് സ്കിൻ കിട്ടാനുള്ള മേക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ മറച്ചുകൊണ്ട്, ഞാൻ ഇവിടെ നോക്കി സംസാരിക്കണം, ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ മറച്ചുകൊണ്ട് ഗ്ലാസ് സ്കിൻ കിട്ടാനുള്ള മേക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ 2-3 സ്റ്റെപ്പ് ചെയ്തു. ലിപ് ബാം ഇട്ടു, ഫേസ് കഴുകി, ഐസ് ഇട്ടു, ലിപ് ബാം ഇട്ടു, പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ ഇപ്പോൾ നമ്മൾ കൺസീലർ ഇട്ടു. അടുത്തത് നമ്മൾ ഇടാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ 1 ഡ്രോപ്പാണ് ഞാൻ ഇടാൻ പോകുന്നത്. നമുക്ക് നോക്കാം, നോക്കിക്കോളൂ. എന്താ, ചെറിയൊരു ഡ്രോപ്പ് മാത്രം ഇതിലേക്കും ഞാൻ ഈ ഇലൂമിനേറ്റർ ആഡ് ചെയ്യുവാണ്. ഇത് നല്ലതാണ് കേട്ടോ. ഞാൻ സിൽവറാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഫെയർ കോംപ്ലക്ഷൻ ഉള്ളവർക്ക് സിൽവറാണ് നല്ലത്. കുറച്ച് ഡസ്കി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ് ഗോൾഡ് അതെടുത്തോളൂ, അതായിരിക്കും നല്ലത്. സോ ഈ ഫൗണ്ടേഷനും ഈ ഇലൂമിനേറ്ററും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഡോട്ടായിട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് മതിയോ, മിനിമം മേക്കപ്പാണ്. എപ്പോഴും ഒരു ഏജ് ആയി കഴിഞ്ഞാൽ നല്ല ഒരുപാട് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ, ഒരുപാട് പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് റിങ്കിൾസ് ഉണ്ടെന്നുള്ളത് എടുത്ത് കാണിക്കും. നമ്മൾ അറിയാത്ത റിങ്കിൾസ് പോലും ഫേസിൽ കാണും. അതിട്ട സ്ഥലത്ത് കൈ തന്നെ കണ്ടോ നല്ല ഒരു ഗ്ലോയി ആയിട്ട് വരും. നമുക്ക് ഈ ഫൗണ്ടേഷനെയും ഇലൂമിനേറ്ററിനെയും കൂടെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ലൈറ്റ് അടിക്കുന്ന ഭാഗത്തൊക്കെ ഒരു തിളക്കം. ഇലൂമിനേറ്റർ 1 ഡ്രോപ്പ്, ഫൗണ്ടേഷൻ 1 ഡ്രോപ്പ് കേട്ടോ. അതിൽ കൂടുതലെടുത്ത് ഇടരുത്. നമ്മൾ ഓവർ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ റിങ്കിൾസിലൊക്കെ ആ മേക്കപ്പ് പോയി ഇരുന്നിട്ട്
റിങ്കിൾസ് എല്ലാം എടുത്ത് കാണിക്കും. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. ഐബ്രോസ് ഒക്കെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ട പോലെ എഴുതിക്കോളൂ. എൻ്റെ ഐബ്രോസ് ആക്ച്വലി കോംപ്ലിമെൻ്ററി ആയിട്ട് ഞാൻ ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ കോസ്മെറ്റോളജി ക്ലിനിക്ക് ഇനാഗുറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് അവർ കോംപ്ലിമെൻ്റ് ആയിട്ട് മൈക്രോബ്ലേഡിങ് ചെയ്തു തന്നാണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ ഗ്ലോ? അതിനുവേണ്ടിയാണ് ഞാൻ ഓപ്പോസിറ്റ് ആ ലൈറ്റ് ഇട്ടത്. സാറിന് അത് ഇടാറില്ല. സോ യു ക്യാൻ സീ ദ ഗ്ലോ ഓൺ മൈ ഫേസ്. സ്കിന്നാണ് നമ്മുടെ ബ്യൂട്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്. ബ്ലെൻഡ് ചെയ്യുക നന്നായിട്ട്. കാണാം, ഇത്ര തന്നെ മതിയാകും. മേക്കപ്പ് എന്ന് പറയുന്ന ബേസിക് മേക്കപ്പ് നമ്മൾക്ക് കഴിഞ്ഞു. പിന്നെ ഇതല്ല, നമ്മൾ എന്തെങ്കിലും കല്യാണത്തിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇലൂമിനേറ്റർ ഇങ്ങനെ ഇത്ര കൂടെ വേണ്ട, എടുക്കുക. ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ മൂക്കിൻ്റെ ഇതുവഴി ഇങ്ങനെ ഒന്ന് വരച്ചു വിട്ടാൽ കുറച്ച് മൂക്ക് നീളമുള്ള പോലെ തോന്നും. പിന്നെ ഇവിടെയൊക്കെ ഞാൻ ചെയ്യാറൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ഡു. ഞാൻ വളരെ മിനിമം മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. കല്യാണത്തിന് പോയാലും എവിടെ പോയാലും സെയിം അതേ മേക്കപ്പ്. ഇത്രയൊക്കെ ചെയ്താൽ മതിയാവും. പിന്നെ നമ്മൾക്ക് ഇവിടെ ചെയ്യാം, ഐബ്രോയുടെ താഴെ. ഞാൻ മൈക്രോബ്ലേഡിങ് ചെയ്തിട്ടുള്ള കാരണം ഞാൻ ഐബ്രോയിൽ ഒന്നും ചെയ്യുന്നില്ല. അത് തന്നെ മതിയാവും എനിക്ക്. നിങ്ങൾക്ക് ഐബ്രോ ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐബ്രോ ഫില്ല് ചെയ്യാം. ഐബ്രോ ഫില്ല് ചെയ്യുന്നതാണ് എപ്പോഴും ഭംഗി കേട്ടോ. ഐബ്രോ കുറച്ച് കഴിഞ്ഞാൽ ഐബ്രോ കുറച്ച് തിക്കായിട്ടിരിക്കുന്നത് തന്നെയാണ് നമുക്ക് ഭംഗി. ഇനി നമുക്ക് കണ്ണെഴുതാം. ക്യാമറയിൽ നോക്കി കണ്ണെഴുതാൻ കുറച്ച് പാടാണ്. സോ ബാക്കിയുള്ള ഇലൂമിനേറ്റർ ഞാൻ കഴുത്തിലും കോളർ ബോൺസിലുമൊക്കെ തേച്ച് കൊടുക്കുകയാണ്. കൈ കൊണ്ടങ്ങ് ബ്ലെൻഡ് ചെയ്യാം. കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ദാറ്റ് ഈസ് ദ ഗുഡ് വേ. ബിക്കോസ് ഒരു ഹീറ്റൊക്കെ കിട്ടും. മേക്കപ്പ് പ്രോഡക്റ്റ് നന്നായിട്ടങ്ങ് ബെൻഡ് ആയിക്കോളും. ഐബ്രോ ജസ്റ്റ് ഒന്ന് ചീകി കൊടുക്കാം, ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും പ്രോഡക്റ്റ് എവിടെയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോളും. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് നമുക്ക് കണ്ണെഴുതാൻ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് മെബ്ലൈൻ്റെ ഈ ഒരു ഐലൈനറാണ്. ഒരുപാട് നാളുകളായിട്ട് മെബ്ലൈൻ അല്ലെങ്കിൽ ലാക്മേ. ഇതിനകത്ത് നോക്കി എഴുതാൻ പാടാണ്. ഞാൻ എഴുതിയിട്ട് വരട്ടെ. ഞാൻ കണ്ണെഴുതിയിട്ടുണ്ട്. കണ്ണിൻ്റെ നടുഭാഗം മാത്രമേ ഞാൻ ഐലൈനർ വയ്ക്കാറുള്ളൂ. ഒത്തിരി ഇങ്ങനെ വരച്ച് എഴുതാറില്ല. കാരണം നമ്മുടെ ഏജിനനുസരിച്ചുള്ള കണ്ണെഴുത്തൊക്കെ ഉള്ളൂ. അടുത്തത് ഗ്ലാസി സ്കിൻ മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഐ ഷാഡോ പാലറ്റ് കൂടി ഇടുകയാണ്. ജസ്റ്റ് ഒരു ഗ്ലിറ്റർ ഇടാം. ഞാൻ ഗ്ലിറ്റർ അങ്ങനെ ഇടാറില്ല. ബട്ട് ആ ഒരു ഐലിഡിൻ്റെ ലൈനുള്ള ആ ലൈനെ കൂടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് മേലിൽ കുറച്ച് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതാണ് നമ്മുടെ ലിമിറ്റ്. ഇതിൻ്റെ താഴോട്ട് വരാൻ പാടില്ല. അത് എനിക്ക് ഐലിഡിനൊരു വരയുണ്ട്. ആ വരയെ കൂടെ ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതിയാവും. ഇത് മാസിൻ്റെ ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. നല്ലതാണ്. ഒരു ഗ്ലോയി ഫിനിഷ്, ഒരു ഗ്ലാസി ഫിനിഷ് കാണാൻ പറ്റുന്നില്ലേ? ഇതാണ് നമ്മുടെ മസ്കാര. ഞാൻ മെബ്ലൈൻ്റെ മസ്കാരയാണ് ഇടുന്നത്. മസ്കാര ഫസ്റ്റ് നമ്മളുടെ കണ്ണിൻ്റെ പീലി താഴോട്ടൊന്ന് വരയ്ക്കാം. ഫുള്ള് ഇങ്ക് ഉള്ളിലാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് മേലിലോട്ട്. താഴത്തെ കൺപീലി ഞാനൊന്നും ചെയ്യാറില്ല. പണ്ടൊക്കെ കണ്ണെഴുതുമായിരുന്നു, ഇപ്പം അതുമില്ല. ലൈറ്റായിട്ടൊരു ഗ്ലോസി ലുക്ക് വന്നിട്ടുണ്ട്. ഇത്ര മാത്രം മതി 40+ നമുക്ക് ഗ്ലാസ് സ്കിൻ കിട്ടാൻ ഒരുങ്ങാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മറയ്ക്കാൻ ഒരുങ്ങാനും. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഈ മേക്കപ്പ് ആക്ച്വലി നമ്മൾക്ക് ഒട്ടും തന്നെ ഏജ് തോന്നില്ല. നല്ല യങ് ലുക്കായിട്ടുള്ള സ്കിന്നായിരിക്കും. ഈ ഒരു ഇലൂമിനേറ്റർ മിക്സ് ചെയ്ത് നമ്മൾ ഇടുമ്പോൾ, നമ്മൾ മോയ്സ്ചറൈസറിൽ മിക്സ് ചെയ്തു, ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്തു, അല്ലാതെ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് കൊടുത്തു. സോ അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾക്കൊരു നല്ല ഗ്ലോസി ലുക്ക് കിട്ടുന്നതാണ്. കോളർ ബോൺസിലൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ലിപ്പ് ലൈനർ കൊടുക്കാം. ഞാൻ എപ്പോഴും ബ്ലാക്ക് ലിപ്പ് ലൈനറാണ് കൊടുക്കുന്നത്. ബിക്കോസ്
ഓൾറെഡി എൻ്റെ ലിപ്സ് കുറച്ച് ലിപ്പ് ലൈനുള്ള ഭാഗം കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് ഞാനത് ഇഷ്ടമായതുകൊണ്ട് അതിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഉള്ള ബ്യൂട്ടിയെ ഹൈലൈറ്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഓക്കെ, ലിപ്പ് ലൈനർ വരച്ചു. നിങ്ങൾ ലിപ്പ് ലൈനർ വരയ്ക്കുമ്പോൾ ബ്ലാക്ക് കൊണ്ട് വരച്ചാൽ ഒരു ഏജ് ആയിക്കഴിഞ്ഞ് ലിപ്പ് കുറച്ച് ചെറുതാകുകയും അതിൻ്റെ തിക്നെസ് കുറയുകയും കട്ടി കുറയുകയും റിങ്കിൾസ് വീഴുകയൊക്കെ ചെയ്യുന്ന കാരണം ഒരു ഡാർക്ക് ലിപ്പ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വേറെ ഷെയ്ഡൊക്കെ കിട്ടും നിങ്ങൾക്ക്. ഞാൻ ലിപ്പ് ലൈനർ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഡാർക്ക് ലിപ്പ് ലൈൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലിപ്പിനെ ഡിഫൈൻ ചെയ്ത് കാണിക്കാൻ പറ്റും. നമ്മളുടെ ഏജൊക്കെ അയക്കുമ്പോൾ ലിപ്പൊന്ന് തളർന്നു പോകും. അതിനെ ഒന്ന് ആക്കാതെ ആ ഒരു ടയേർഡ്നെസ് കാണിക്കാൻ ലിപ്പിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് വിഭൂതിയുടെ ലിപ്സ്റ്റിക്കാണ്. സോ ഇത് സട്ടിലായിട്ടുള്ള ഒരു കളറാണ്. നമുക്ക് ഏജിന് അനുസരിച്ചുള്ള ഒരു മേക്കപ്പിന് കറക്റ്റായിട്ടുള്ള ഒരു കളറാണ്. നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ലിപ്പ് ലൈൻ കൊടുക്കാം, വേണമെങ്കിൽ ഇഫ് യു വാണ്ട്. സോ ഇതാണ് നമ്മുടെ മേക്കപ്പിന്. ഞാൻ റൂഷും റഷും ബ്ലഷും ഒന്നും കൊടുക്കാത്ത ഒരാളാണ്. കണ്ണ് പണ്ട് നല്ല തിക്കായിട്ട് എഴുതുന്നു, ഇപ്പോഴും ചിലപ്പോൾ എഴുതും. മിക്കവാറും ഞാൻ സെൻറ്ററിൽ ആ ലൈൻ മാത്രമേ കൊടുക്കാറുള്ളൂ. കണ്ണിലൊക്കെയുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ബ്ലഷി മേക്കപ്പിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്ലാസി ലുക്ക്, ആ സ്കിന്നിലുള്ള ഗ്ലാസി ലുക്ക്, വെട്ടം അടിക്കുന്നിടത്തൊക്കെ ഒരു ഗ്ലാസി ലുക്ക്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇലൂമിനേറ്റർ വാങ്ങുക, മിക്സ് ചെയ്യുക എല്ലാത്തിൻ്റെയും കൂടെ. ഞാൻ തലയൊക്കെ ചീകിയിട്ട് വരാം. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. എൻ്റെ ചീപ്പ് ഒടിഞ്ഞു പോയി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. മുടി എങ്ങനെ വേണമെങ്കിൽ ഇടാം. ഞാൻ ഇന്ന് കുറച്ച് സ്ട്രെയിറ്റ് ആക്കി. എൻ്റെ മുടി ചുരുണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. സോ ദിസ് ഈസ് അവർ ഫൈനൽ ലുക്ക് ഓഫ് ഗ്ലാസ് സ്കിൻ. നിങ്ങൾക്ക് കാണാൻ പറ്റും, വെട്ട അടിക്കുമ്പോഴേ ഗ്ലാസ് സ്കിൻ കാണത്തുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ കാണും എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണും. ടേക്ക് കെയർ.